സംസ്ഥാനത്ത് റേഷൻ വിതരണവും സ്തംഭനത്തിലേക്ക്. വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തെ തുടർന്ന് മിക്ക റേഷൻ കടകളിലും സാധനങ്ങൾ തീർന്നു തുടങ്ങി. അടുത്തയാഴ്ച മുതൽ റേഷൻ കടകൾ അടച്ചിട്ട് സമരം തുടങ്ങാനുള്ള നീക്കത്തിലാണ് റേഷൻ വ്യാപാരികളുടെ സംഘടന. കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റിന്റെ കുടിശ്ശിക നൽകാത്തതിൽ സർക്കാരിനെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകാനാണ് വ്യാപാരികളുടെ തീരുമാനം. വാതിൽപ്പടി വിതരണക്കാരുടെ സമരം 1.5 മാസം പിന്നിട്ടതോടെ മിക്ക റേഷൻ കടകളും കാലിയായി തുടങ്ങി. റേഷൻ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരെ മടക്കി അയക്കേണ്ട ഗതികേടിലാണിവർ. റേഷൻ കടകൾ അടച്ചിട്ട് സമരം തുടങ്ങാനാണ് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തയ്യാറെടുക്കുന്നത്. 11 മാസം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്ത വകയിൽ 48 കോടി രൂപയാണ് സർക്കാർ റേഷൻ വ്യാപാരികൾക്ക് നൽകാനുള്ളത്. മെയ് 18-നകം തുക കൈമാറണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും സർക്കാർ ലംഘിച്ചതോടെയാണ് കോടതിയലക്ഷ്യ നടപടികളിലേക്ക് നീങ്ങാൻ തീരുമാനം. ഗോഡൌണുകളിൽ നിന്നുള്ള റേഷൻ സാധനങ്ങൾ കടകളിലെത്തിക്കേണ്ടത് വാതിൽപ്പടി വിതരണക്കാരാണ്. 60 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് സപ്ലൈകോ നൽകാനുള്ളത്. പലവട്ടം ഭക്ഷ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും അനുകൂല നടപടിയുണ്ടാകാത്തതിനെ തുടർന്നാണ് സമരത്തിലേക്ക് നീങ്ങിയത്. കഴിഞ്ഞ മാസത്തേക്ക് അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ ആവശ്യത്തിന് സാധനങ്ങൾ കടകളിൽ കൊടുത്തിരുന്നു. ആ കൊടുത്ത സ്റ്റോക്ക് വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ 10-ാം തീയതി വരെ ജനങ്ങളുടെ ആവശ്യപ്രകാരമുള്ള അരി വിതരണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ സമരത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എന്നാണ് സപ്ലൈസർ നില എനിക്ക് പറയുന്നത്. അടുത്ത ആഴ്ചകളിൽ അടുത്ത മാസങ്ങളിലൊക്കെ സമരം കാര്യമായിട്ട് ഇല്ല, സമരത്തിന് നമ്മുടെ ഗോഡൌണിൽ അരി ആവശ്യത്തിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. ഈ സമരം ഇന്നോ നാളെയോ തീരുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സമരം തീർന്ന മുറയ്ക്ക് റേഷൻ കടകളിലേക്ക് നമ്മൾ 2 മാസത്തേക്കുള്ള സ്റ്റോക്ക് പരമാവധി കൊടുക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം സമരം തീരുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? അതെ, സമരം നമ്മൾ നാളത്തോട് കൂടിയിട്ട് തീരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. NCV ന്യൂസ് പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.